Court Advocate Association cordially invite you all to the official releasing ceremony of the book Keralathile Navodhana Charitram, authored by Advocate E. Rajan. We'll begin the ceremony by a silent prayer. I request you all to kindly rise. You may all kindly take your seats now. I invite Advocate M.R. Haridas, Vice President, Kerala High Court Advocate Association, to welcome the August gathering. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വീണ്ടും വളരെ ആനന്ദം തോന്നിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഇന്ന് തുനിയുകയാണ്. നമ്മളുടെ അംഗമായ ഒരു അഭിഭാഷകൻ്റെ പുസ്തകം പ്രസാധകം ചെയ്യുക എന്നുള്ളതാണ് ആ സന്തോഷം. കൊറോണ വന്നു പോയ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ അഭിഭാഷകരുടേതായിട്ട് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. സമയം ഒരുപാട് കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയായി നമ്മൾ പലരും അതിനെ കണ്ട് വലിയ കാര്യമില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ പുസ്തകത്തിന് പ്രത്യേകത ഏറെയാണ്. ഇത് എഴുതിയിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ ഇ. രാജൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമല്ല. പുസ്തകം നിയമവുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ പല തലത്തിൽ അതിന് പ്രത്യേകതകളുണ്ട്. പുസ്തകം ചരിത്രം സംബന്ധിച്ചാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ പറ്റിയാണ് അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്ന ആദ്യത്തെ പുസ്തകമല്ല. അദ്ദേഹം ഇതിനു മുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രകാശമാനമായ ആ രണ്ട് ഏടുകളെക്കുറിച്ചും അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ഇന്ന് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് ഏകദേശം അതിൻ്റെ മുഴുവൻ ചരിത്രം കൂടെ വരുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന പുസ്തകമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം തരുന്നൊരു സംഗതി. അതുകൂടാതെ ചരിത്രവും അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അഭിഭാഷകൻ എന്ന നിലയ്ക്ക് തൃശ്ശൂരിലെ കോടതികളുടെ ചരിത്രം അദ്ദേഹം എഴുതിയതായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ മുഖവരയിൽ പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ ആ പുസ്തകം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. തൃശ്ശൂരെ കോടതികൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ കോടതികളെ പറ്റിയും അദ്ദേഹം അധികം വൈകാതെ അങ്ങനൊരു പുസ്തകം എഴുതട്ടെ എന്നും അത് ലഭിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശിക്കുന്നു. ഈ പരിപാടിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഭാഗധേയം. ആദ്യമായി ഇന്ന് പുസ്തകം പ്രസാധനം ചെയ്യുന്ന ജസ്റ്റിസ് അശോക് മേനോൻ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം തിരക്കേറിയ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്ന് അല്പസമയം മോഷ്ടിച്ചെടുത്ത്, കടൽനിട്ടയുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പനിമിഷങ്ങൾ മോഷ്ടിച്ചെടുത്ത് അദ്ദേഹം നമുക്കിടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഇൻ്റർനെറ്റ് വഴി ഇത് കാണുന്ന എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ജസ്റ്റിസ് അശോക് മേനോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീമതി സോഫി തോമസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറലാണ്. ഈ അസോസിയേഷൻ്റെ ആവശ്യങ്ങൾക്കായി നിരന്തരം മാഡത്തിനെ ഞങ്ങൾ ശല്യം ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുള്ള ഒരു മാതൃസാന്നിധ്യത്തിന് നമുക്ക് ശ്രീമതി സോഫി തോമസ് ഉണ്ട്. വലിയ സഹായവും സഹകരണവും അതിലേറെ എല്ലാ രീതിയിലുള്ള എതിർപ്പുകളെയും അലിയിച്ച് കളയുന്ന സുന്ദരമായ ഒരു പുഞ്ചിരിയുമുള്ള ശ്രീമതി സോഫി തോമസിനെ നമുക്കിടയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. സീനിയർ അഡ്വക്കേറ്റ് KP ദണ്ഡപാണി സാറ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കപ്പാസിറ്റിയിലാണെന്ന് എനിക്ക് എപ്പോഴും ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പെൺകൊച്ചിനെ ഈ പുസ്തകം എഴുതിയ ആളുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. അങ്ങനെ
സ്വന്തം കുടുംബത്തിലെ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്കാണോ, ഇനി അതല്ല അദ്ദേഹം കുടുംബമായി കാണുന്ന നമ്മളുടെ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നുള്ള നിലയ്ക്കാണോ, ഈ ബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുസ്ഥാനീയൻ എന്നുള്ള നിലയ്ക്കാണോ, ഏത് തലത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കെപ്പോഴും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പുസ്തകം എഴുതിയ അഡ്വക്കേറ്റ് ഇ രാജൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നമ്മോടൊപ്പമുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ അസോസിയേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അങ്ങേയറ്റം നമ്മളുടെ പ്രസിഡൻറ്റ് ശ്രീ ലക്ഷ്മീനാരായണൻ, അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും നന്ദി പറയാനുള്ള ടി വി ജയകുമാരൻ നമ്പൂതിരിയെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I invite Advocate R. Lakshmi Narayanan, President, Kerala High Court Advocate Association, to deliver the presidential address. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ അശോക് മേനോൻ, രജിസ്ട്രാർ ജനറൽ ശ്രീമതി സോഫി തോമസ്, പ്രിയങ്കരനായ ദണ്ഡപാണി സർ, സീനിയർ അഡ്വക്കേറ്റ്, ഇതിൻ്റെ ബുക്കിൻ്റെ ഓഥർ രാജൻ സർ, എൻ്റെ പ്രിയ കമ്മിറ്റി അംഗങ്ങളെ, ഈ ബാറിലെ അംഗങ്ങളെ, ഇത് ഓൺലൈനിൽ കാണുന്ന മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. സത്യം പറഞ്ഞാൽ സന്തോഷത്തെക്കാളും അഭിമാന മുഹൂർത്തമാണിത്. കാരണം നമ്മുടെ അസോസിയേഷൻ്റെ മെമ്പറായ രാജൻ സാറ്, എനിക്കറിയാം അദ്ദേഹം പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പല അവാർഡുകളും ജയിച്ച ആളാണ്. എന്നിരുന്നാലും ഇത്രയൊരു മനോഹരമായ, ഇതിലും കൂടുതൽ മനോഹരമായിട്ട് മറ്റുള്ള കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു വ്യക്തി കേന്ദ്രീകൃതമായ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ, ആ വ്യക്തികൾ ആരൊക്കെയാണ് അതിൽ ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ആ കർമ്മങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കേരളം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കേരളം എങ്ങനെ ഉണ്ടായി എന്ന് വളരെ വ്യക്തമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്, ഒരു ഗ്രന്ഥമാണെന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള ബുക്ക്. അതിൻ്റെ ചാപ്റ്റർ 1 അത് വായിക്കുമ്പോൾ തന്നെ മനസ്സ് നിറയുന്ന, അതായത് ആ നവോത്ഥാനത്തിൻ്റെ ഒരു ആമുഖത്തിൽ അദ്ദേഹം ആദ്യം നാരായണ ഗുരുവിൻ്റെ ആ മഹത് വചനങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അരുവിപ്പുറം അറിയാൻ നിങ്ങൾക്കെല്ലാവരും, ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടി ഗുരുവിൻ്റെ വചനങ്ങൾ. ഏറ്റവും വലിയൊരു ഈ മഹത്തായ സംഭാവന നൽകിയ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നാരായണ ഗുരുദേവൻ്റെ പേരാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കുറേ പേരുണ്ട്, അധികം ഇതെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു എന്താണ് നമുക്ക് മനസ്സിൽ നിറയുന്നൊരു വിവരണമാണ് ഈ പുസ്തകത്തിൽ. ഞാൻ കുറേ ചാപ്റ്റേഴ്സ് വായിച്ചു, മുഴുവനും വായിച്ചു ഞാൻ അവകാശപ്പെടുന്നില്ല. അങ്ങനെ ഏറ്റവും നല്ലൊരു പുസ്തകം നമുക്ക് കേരളത്തിന്, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, വിൽ ഡുറാൻഡ് പോലെയുള്ള ആ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എഴുതിയ മഹാനായ ആ ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ ചരിത്രകാരൻ എത്രത്തോളം ഒരു ആയുസ്സിൽ എങ്ങനെ എഴുതി എന്നാലോചിക്കും. അപ്പോൾ ഇത് തന്നെ എത്ര സമയമെടുത്തിട്ടായിരിക്കും, എത്ര വസ്തുതകൾ പരിശോധിച്ച അദ്ദേഹം ഇത് പെയിൻ ടേക്കിംഗ് ആണ് ഈ പ്രോസസ്സ്. അഭിമാനം തോന്നുന്നു. ഏറ്റവും നല്ല രീതിയിലുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു മഹത്തായ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു പുസ്തകം റിലീസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നൽകിയതിൽ രാജൻ സാറിനോട് അസോസിയേഷനുള്ള കടപ്പാട് ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ബഹുമാന്യനായ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ ഗ്രേസ്ഫുള്ളി ഹാസ് അക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ ഓഫ് ദി അസോസിയേഷൻ ആൻഡ് ഹാസ് കം ഡൗൺ ഈവൻ ഡ്യൂറിങ് ഹിസ് ബിസി ഷെഡ്യൂൾ ഓഫ് ടുഡേ. അദ്ദേഹം ഇരിക്കുന്ന ജൂറിസ്ഡിക്ഷൻ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ തിരക്കുള്ള ജൂറിസ്ഡിക്ഷനിൽ നിന്നും ഇതിനു വേണ്ടി വന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ സോഫി മാഡം, തൃശ്ശൂർക്കാരുടെ സ്വന്തമാണ് സോഫി മാഡം ഇല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല എന്നാണ് രാജൻ സാറ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു അഭിമാനം, കാരണം ഒരു സ്റ്റേഷനിൽ നിന്നും വരുമ്പോൾ ആ സ്റ്റേഷനിലെ അഭിഭാഷകർ ആ ജുഡീഷ്യൽ ഓഫീസറിനെ, ആ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു പറയും. അതിലും കൂടുതൽ അംഗീകാരം ഒരു ജുഡീഷ്യൽ ഓഫീസറിൻ്റെ ജീവിതത്തിൽ വേറെയില്ല. പിന്നെ ദണ്ഡപാണി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അസോസിയേഷൻ്റെ. അദ്ദേഹം അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലായിരുന്നു, അദ്ദേഹം ചരിത്രം രചിച്ച ആളാണ്.
ചരിത്രകാരനല്ലെങ്കിലും ചരിത്രകാരന്മാരെ കൂടി അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള കർമ്മപദത്തിലൂടെ ഞങ്ങൾക്കെല്ലാം മാതൃകയായിട്ട് വന്ന അദ്ദേഹമാണ് നമ്മുടെ ദണ്ഡപാണി സാറ്. നമ്മുടെ അഭിമാനമാണ് സാർ. എല്ലാം കൂടി നല്ലൊരു ഫംഗ്ഷനാണ്. മനസ്സ് നിറയുന്നു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. Thank you, sir. Now, I most humbly invite Honorable Mr. Justice Ashok Menon to officially release the book Keralathile Navodhana Charitram by handing over the first copy to Srimati Sophie Thomas, Registrar General, High Court of Kerala. I also invite Srimati Sophie Thomas to receive the first copy and do the honors. I now invite Honorable Mr. Justice Ashok Menon to address the august gathering. President of the Bar Association, Shri R. Lakshmi Narayan, Senior Advocate and former Advocate General, Shri K.P. Dandabani, Registrar General of the High Court, Vice President Hari Raj, the author of this book, which is being now released and made available to the public, Advocate Shri E. Rajan, Shri Jayagopal Nambudiri, members of the bar, ladies and gentlemen. I consider it my privilege standing here today releasing a wonderful book written by Advocate Shri E. Rajan, who is a member of the Thrissur Bar Association, of which I too was a member at one point in time. I went through this book because this was handed over to me a couple of days ago. It is a beautiful book written as remarked by the Bar Association President Lakshmi Narayan. Kerala is in the forefront of social reforms, we all know that. We have a number of firsts to our credit. We were the first to bring about social changes in our society thanks to the great social reformer Sri Narayana Guru, whom I consider as one of the greatest ever social reforms to be born in India or even the world. Because we had this social system of disintegration in our society, which the great Vivekananda referred to as a madhouse of caste discrimination. And Sri Narayana Guru was the first person who fought against that and brought about the social reforms in our society, which went a long way to see that we stood in the forefront of social reforms. And I am sure that none of the other states in our country have reached or attained that sort of social reforms which we have achieved. We had not only in caste discrimination, even in gender discrimination, we are in the forefront. And we had the first lady to become a judicial officer, the first lady to become a High Court judge, the first lady to become a Supreme Court judge. So many firsts to our credit, which shows that we have gone ways ahead and been in the forefront of the social reforms of this country. And I'm sure that this book is going to enlighten all of us. The different social reformers he has discussed about indicates what we have achieved. Mr. Rajan has been closely associated with the history of our country. Of course, social reforms is a part of the history of our country. He has written books about the Thrissur Bar Association and the different bar associations, the district of Thrissur. He has written books about the Guruvayur Satyagraha, the Vaikam Satyagraha, and all other books which I have come across. So he is a man who is interested in history. Sir Walter Scott, who was also an advocate, but more famous as a writer, has once said that a lawyer
without history is just a common workman. And if he knows something about history, he can venture to call him as a mechanic. So that is what, so from a common workman, you be qualified as an engineer or a mechanic. That is when you learn about history. History of our country is important, and we cannot do away with history. And so every lawyer has to be interested in history to know what has happened to our ancestors, to our predecessors. And I wish Mr. Rajan all the very best for this wonderful book in enlightening our society. Thank you once again. Thank you, sir. Thank you for those profound words of wisdom. Now, I invite Srimati Sophie Thomas, Registrar General, High Court of Kerala, to address the gathering. എത്രയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ശ്രീ അശോക് മേനോൻ സർ, ഇന്ന് ഇത്രയും മഹത്തായ ഒരു പുസ്തകം രചിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് ഇ രാജൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, സീനിയർ അഡ്വക്കേറ്റ് ദണ്ഡപാണി സർ, ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ് ലക്ഷ്മി നാരായണൻ, അഡ്വക്കേറ്റ് ഹരിരാജ്, കേരള ഹൈക്കോടതിയിലെ പ്രബുദ്ധരായ അഭിഭാഷക സുഹൃത്തുക്കളെ, തികച്ചും യാദൃച്ഛികമെന്ന് പറയാം. അഡ്വക്കേറ്റ് ഇ രാജൻ തൃശ്ശൂർ ബാറിലെ ഒരു മെമ്പറാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ന് തൃശ്ശൂർ ബാറിൻ്റെ ഒരു സംഭാവനയായ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അശോക് മേനോൻ സാർ ഇന്ന് പ്രകാശനം ചെയ്തു. തൃശ്ശൂർ ഒരു മുൻസിഫായും പിന്നീട് കുറച്ചു കാലം ഡിസ്ട്രിക്ട് ജഡ്ജായും സേവനമനുഷ്ഠിക്കാൻ സാധിച്ച എനിക്ക് ആ പുസ്തകം തന്നുകൊണ്ട് ഈ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് യാദൃച്ഛികതയാവാം. എങ്കിലും വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നന്ദിയോടെയും ഈ നിമിഷത്തെ ഞാൻ സ്മരിക്കുകയാണ്. തൃശ്ശൂരുണ്ടായിരുന്ന ഒരു 1.5 വർഷം, തൃശ്ശൂർ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജായി ഞാനുണ്ടായിരുന്ന ഒരു 1.5 വർഷം, അത് തൃശ്ശൂർ ബാറിൻ്റെ സെൻറ്റിനറി ഇയർ കൂടെയായിരുന്നു. ആ സമയത്തായിരുന്നു അഡ്വക്കേറ്റ് ഇ രാജൻ രചിച്ച ഹിസ്റ്ററി ഓഫ് തൃശ്ശൂർ കോർട്സ് എന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയും ഞങ്ങളെല്ലാവരും അത് വായിക്കുകയും ഒത്തിരി ഏറെ അറിവുകൾ, അറിയാതിരുന്ന ഒത്തിരിയേറെ അറിവുകൾ ഞങ്ങൾക്ക് തൃശ്ശൂർ കോടതികളെപ്പറ്റി നേടിയെടുക്കുവാൻ സാധിച്ചു. അതിനേക്കാൾ മഹത്തായ ഒരു കൃതി എന്ന് ഈ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഇവിടെ വിമൻ എംപവർമെൻറ്റ് ഇന്ന് എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ശത്രുപാളയത്തിൽ കടന്നു ചെന്ന് പോലും അനീതിയെ ചെറുക്കാൻ കെൽപ്പുള്ള ഒരു സ്ത്രീ സമൂഹമായിട്ട് ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ആ ഒരു റിവൈവൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും അജ്ഞാതമാണ്. പക്ഷേ ഈ പുസ്തകത്തിലൂടെ നമ്മൾ വരുമ്പോൾ അറിയാം, സ്ത്രീകൾ അന്ന് അനുഭവിച്ചിരുന്ന അനീതിയും അക്രമവും അതല്ലെങ്കിൽ ആ ഒരു വിവേചനവുമൊക്കെ മാറുമറയ്ക്കാൻ പാടില്ലാതിരുന്ന സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഇത്രയും പരിഷ്കൃതമായ ഒരു സമൂഹത്തിലേക്ക് സ്ത്രീ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആ ഒരു എഫേർട്ട്, ആൾക്കാരെടുത്തിട്ടുള്ള നേതൃത്വങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും അവർ മാറി മറിഞ്ഞ് ഇന്ന് ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കഥകൾ അല്ലെങ്കിൽ ഈ ചരിത്രങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് അത് അവിശ്വസനീയമായി തോന്നാം. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഈ ഒരു പുസ്തകം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു പുതു സമ്മാനമായിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു പുസ്തകം ഇങ്ങനെ ഇത് എറണാകുളം ഹൈക്കോർട്ട് ബാർ അസോസിയേഷനിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടാൻ അഡ്വക്കേറ്റ് ചന്ദ്രന് സാധിച്ചതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അതുപോലെ ഇന്ന് ഈ വേദിയിൽ ഇത്രയും മനോഹരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം തന്നതിൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളോടും അതുപോലെ അഡ്വക്കേറ്റ് ചന്ദ്രനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തൃശ്ശൂർ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പം 4-5 മാസമായിട്ടുള്ളൂ. ഹൈക്കോടതിയിൽ വന്നിട്ട് ആദ്യത്തെ എൻ്റെ ഒരു ചടങ്ങായിരിക്കാം. ബാർ അസോസിയേഷൻ ഹോള് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ ഞാൻ വന്നിട്ട് ആദ്യമൊക്കെ അടഞ്ഞു കിടന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ളൊരവസരം ഉണ്ടായില്ല. എന്തായാലും നിങ്ങൾ കാണിച്ച ഈ സ്നേഹവായ്പിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
അഡ്വക്കേറ്റ് ചന്ദ്രന് ഇനിയും അഡ്വക്കേറ്റ് രാജന് ഇതുപോലുള്ള കൃതികൾ ഇനിയും രചിക്കാൻ അവസരം ഉണ്ടാകട്ടെ, അതിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Thank you for your kind words. Now, I humbly invite Senior Advocate K.P. Dandapani to offer felicitations on this occasion. ബഹുമാന്യനായ ജസ്റ്റിസ് അശോക് മേനോൻ, ബഹുമാന്യ പ്രണാം രജിസ്ട്രാർ ജനറൽ ശ്രീമതി സോഫി തോമസ്, ബഹുമാന്യ ശ്രീ പ്രസിഡന്റ് ശ്രീ പ്രഭാസ് മുർമു, വൈസ് പ്രസിഡന്റ് മിസ്റ്റർ മുർമു, ആൻഡ് മിസ്റ്റർ രാജൻ ആൻഡ് മറ്റു വിധത്തിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, നമസ്കാരം. അഭിഭാഷകർ നിയമപുസ്തകങ്ങളോട് പ്രേമം വീഴുന്ന കണ്ടിട്ടുണ്ട്. അഭിഭാഷകർ നിയമത്തോട് സ്നേഹവും കണ്ടിട്ടുണ്ട്, നിയമപുസ്തകങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു അഭിഭാഷകൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രേമം ഉൾക്കൊണ്ട് അതിൽ കിട്ടുന്ന ആദ്യമായിട്ടാണ് ഒരു അഭിഭാഷകനെ ഞാൻ കാണുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ ശ്രീ രാജൻ്റെ കൃതികളെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടതും ജീവചരിത്രവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം മാത്രമാണ്. അതിന് നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ദയവായിട്ട് ഞാനൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ലൂഷുണിൻ്റെ ജീവിതകഥ, കെ വാര്യർ ജീവചരിത്രം, സി ജനാർദ്ദനൻ ജീവചരിത്രം, ഇന്ത്യ തിളങ്ങുന്നത് ആർക്കു വേണ്ടി, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, CPI തൃശ്ശൂർ ജില്ലാ ചരിത്രം, കുട്ടൻകുളം സമരചരിത്രം, ഹിസ്റ്ററി തൃശ്ശൂർ കോട്ട്സിൻ്റെ ഹിസ്റ്ററി ഭാഗം ചരിത്രം, കേരളത്തിലെ മാറിടം മറിക്കാൻ കലാപം, VT ഭട്ടതിരപ്പാട് ജീവചരിത്രം, പ്രിൻസിപ്പൽ മീനാക്ഷി തമ്പാൻ ലേഖനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥത്തിൻ്റെ എഡിറ്റർ, ചരിത്രപദം ത്രൈമാസികയുടെ സ്ഥിരമായ എഡിറ്റർ. മാത്രമല്ല പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. സൈനയുടെ വെളിപ്പെടുത്തലുകൾ, ഇറ്റാലിയൻ ക്ലാസിക്കോട് നിന്നുള്ള പരിഭാഷ, കോമിൻ്റോണും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ചരിത്ര ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി. ഇതിനെല്ലാം ഒരു ഉത്സാഹം മാത്രം പോരാ, വായനയും വേണം, അതിലുള്ള അടിയന്തര ഗൗരവങ്ങളും വേണം. അതിനുവേണ്ടി അദ്ദേഹത്തിന് പല അവാർഡുകളും കിട്ടിയിരിക്കുന്നു. കോമിൻ്റെതും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഗ്രന്ഥത്തിന് K. ദാമോദരൻ അവാർഡ് കിട്ടി. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന പുസ്തകത്തിന് KV സുരേന്ദ്രനാഥ് അവാർഡ് ലഭിച്ചു. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ളതിന് PS വേലായുധൻ അവാർഡ് ലഭിച്ചു. അതാണ് നമ്മുടെ രാജൻ വക്കീൽ പറഞ്ഞതുപോലെ ഇതിൽ ഉത്സാഹമെടുത്ത് ചെയ്തത് മാത്രമല്ല, എൻറോൾ ചെയ്ത് 2-ാം വർഷം ശ്രീമതി ഇന്ദിരയെ വിവാഹം ചെയ്തു. അതൊരു അഭിഭാഷകയായിരുന്നു. അഭിഭാഷക എല്ലാ ഇതും പിന്തുണയും ഒട്ടും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം. ആൻഡ് ശ്രീമതി അഭിഭാഷക മാത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അഭിഭാഷകനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മിസ്റ്റർ ആദിത്യ. അദ്ദേഹത്തിൻ്റെ മകള് അഭിഭാഷക പ്രവൃത്തി ഫൈനൽ ഇയർ LLB സ്റ്റുഡൻ്റാണ്. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ മാരി ചെയ്തിരിക്കുന്നത് വേറൊരു അഭിഭാഷകയാണ് ഈ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ അഭിഭാഷക കുടുംബവുമായിട്ടുള്ള തീർന്നു വന്ന ശ്രീ രാജൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇത്ര എഴുതണമെങ്കിൽ അതിന് എൻ്റെ അഭിപ്രായത്തിൽ നല്ല പിന്തുണ വേണം. വീട്ടിൽ നിന്നുള്ള പിന്തുണയില്ലാതെ, അതിനുള്ള സ്വൈര്യം കൊടുക്കുകയില്ലാതെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. ആ കാര്യത്തിൽ നമുക്ക് ശ്രീമതി ഇന്ദിരയെയാണ് എൻഗേജ് ചെയ്യേണ്ടത്. എന്തായാലും ഇത്രയും വലിയൊരു നിർവഹണം നടത്തി ഇത്ര വരെ എത്തിയ ശ്രീ രാജന് എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. Thank you, sir. Thank you for those encouraging words. Sri E. Rajan, lawyer practicing in Thrissur,
has a deep fondness and appreciation of history, and has penned more than 10 books covering diverse historical topics including Guruvayur Satyagraham, CP Thrissur Jilla Charitram, History of Thrissur Courts and Biography of V.T. Bhattadiripada. With immense pride and happiness, let me invite Advocate E. Rajan to speak a few words on this occasion. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് അശോക് മേനോൻ, രജിസ്ട്രാർ സോഫി മാഡം, ശ്രീ സീനിയർ അഡ്വക്കേറ്റും മുൻ അഡ്വക്കേറ്റ് ജനറലുമായ അഡ്വക്കേറ്റ് ദണ്ഡപാണി സർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ലക്ഷ്മി നാരായൺ സർ, ഈ വേദിയിലെ ബാർ അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ എത്തിയിട്ടുള്ള മഹനീയ വ്യക്തിത്വങ്ങളെ, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്നതിൻ്റെ പ്രസക്തി എന്ത് എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 2 നൂറ്റാണ്ടിന് മുൻപായിരുന്നുവെങ്കിൽ, 2000 ഇന്നത്തേതിന് 2 നൂറ്റാണ്ടിന് മുൻപ് ആയിരുന്നു കേരളത്തിൽ ഇതുപോലെ ഒരു വേദി നടക്കുന്നത് എങ്കിൽ അതിലെ അംഗങ്ങളും ശ്രോതാക്കളും ഇരിക്കുന്നത് ഇതുപോലുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ ആകുമായിരുന്നു. ഇങ്ങനെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം വളരെ പണ്ടല്ല, 2 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ഇന്ന് കൊറോണയാണ് നമ്മളെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ അന്നത് ജാതീയമായ പരികൽപ്പനയായിരുന്നു. ജാതീയത കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുപോലെ വളരെ തീവ്രതരമായ ജാതീയ ചിന്തകളും സാമൂഹ്യമായ അകറ്റലുകളും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത്. വ്യക്തികൾക്ക് തമ്മിൽ ഇത്ര അടി കൽപ്പിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ചരിത്ര താല്പര്യമുള്ളവർക്ക് വായിക്കുമ്പോൾ അറിയാം, കൊച്ചി രാജ്യത്തെ എല്ലാം പഴയ കാലത്തെ സെൻസസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആ സെൻസസ് പ്രൊക്ലമേഷൻ ഉണ്ടാവും. നമ്പൂതിരി, നായർ, ക്ഷത്രിയർ, അതുപോലെ തന്നെ ഈഴവർ, പുലയർ, പറയർ, ഇവരെല്ലാം ഈ മേൽത്തട്ടിൽ നിൽക്കുന്ന ബ്രാഹ്മണ ജാതിയിൽ നിന്ന് പാലിക്കേണ്ടുന്ന അകലം എത്രയാണ് എന്ന് ഗസറ്റ് പ്രഖ്യാപനമുണ്ടാകും. ചില സമയത്ത് ആ അടിക്കണക്കിൽ ചെറിയ ചെറിയ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഓരോ സെൻസസ് കണക്കിലും ഈ അകൽച്ച ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു ദൈവത്തിൻ്റെ നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായും അതിന് മാത്രം വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി പല തലങ്ങളിലും വലിയ ഉയർച്ച നമുക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന അത്രയും അപരിഷ്കൃതമായ ഒരു സാമൂഹ്യ ജീവിതത്തിൽ നിന്നാണ് ഇന്നത്തെ കേരളം പിറവിയെടുക്കുന്നത്. അതിൻ്റെ കഥയാണ് വാസ്തവത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം. ഈ എത്രമാത്രം ദുരിതപൂർണമായിരുന്നു അത്, സാമ്പത്തികമായി മാത്രമല്ല സാമൂഹ്യമായി പോലും
അതിൻ്റെ മുഖ്യ സ്രോതസ്സിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒരു കേരള സമൂഹം എങ്ങനെ ഇവിടെ നിലനിന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായ പഠനം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഗുരുവായൂർ ഹിന്ദു ഭക്തന്മാരുടെ ഒരു വലിയ ആരാധന കേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഈ ഗുരുവായൂർ ക്ഷേത്രം ഒരു മാസത്തോളം അടച്ചിടപ്പെട്ടു. ഇന്ന് കഴിയുന്ന ഇപ്പോൾ കുറച്ച് പേർക്ക് കടത്താമായിരുന്നു. മുമ്പ് കൊറോണ വന്നപ്പോൾ ആർക്കും പ്രവേശനമില്ലാതെ അടച്ചിട്ടിരുന്നതുപോലെ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഒരു തീവ്രതരമായ സമരഘട്ടത്തിൽ ആ അമ്പലം അടച്ചു പൂട്ടിയിടേണ്ടി വന്നു. അതുപോലെ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളിലും, ഇവിടുത്തെ ശിവക്ഷേത്ര തിരുവനന്തപുരം എറണാകുളത്തെ ശിവക്ഷേത്രമായാലും തൃപ്പൂണിത്തറ ക്ഷേത്രമായാലും ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അവർണർ എന്ന് കരുതപ്പെടുന്ന കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. ക്രൈസ്തവ സമുദായത്തിലും ഈ റോമൻ സുറിയാനി വിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ദളിത് ക്രൈസ്തവർക്കും അവർക്ക് നേരിട്ട് ഈ അവരുടെ പ്രാർത്ഥനാ സമയങ്ങൾ, കുർബാന സമയങ്ങൾ വ്യത്യസ്തമായിരുന്നു. പൊയ്കയിൽ യോഹന്നാനെ പോലെ ഒരുപാട് പേർക്കതിനെതിരായി പോരാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മുടെ അജ്ഞത, പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലമുറയിൽപ്പെടുന്ന കുട്ടികൾക്കുള്ള അജ്ഞത, അത് ഒരിക്കലും നമ്മുടെ നാടിന് ഭൂഷണമല്ല. അവരത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ നാടിനെക്കുറിച്ച് യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാത്ത ഒരു ജനത തീർച്ചയായും ഒരു അജ്ഞതയിലൂടെ വളരുന്ന ഒരു സമൂഹമാണ്, തലമുറയാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. അതിനെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതുന്നതിൻ്റെ യഥാർത്ഥ പ്രചോദനം ഒരർത്ഥത്തിൽ അതുതന്നെയായിരുന്നു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ഇവിടെ എറണാകുളത്തിൻ്റെ കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെയും മറ്റും മുമ്പ് ഒരു യോഗത്തിന് പോയപ്പോൾ, അപ്പം ഞാനൊരു അന്ന് ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല, എങ്കിലും 1-2 പുസ്തകങ്ങൾ എഴുതിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വക്കീലുമാരിപ്പോൾ ഇത്രയും ഇതിനെക്കുറിച്ചൊക്കെ ഇതിനൊക്കെ സമയം നിങ്ങൾക്ക് കിട്ടുമോ, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ, അത് അവരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആ മീറ്റിങ്ങിലേക്ക് പ്രസംഗിക്കാൻ വന്നിരുന്നു. അപ്പം ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു. അവർ ചിലവരൊക്കെ അക്കാഡമിഷ്യൻസ് ആണെങ്കിൽ തന്നെയും ആ സബ്ജക്റ്റിനെ കുറിച്ചല്ലാതെ വലിയ ഗ്രാഹ്യം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയതുമില്ല. ഞാനവിടെ സാന്ദർഭികമായി പറഞ്ഞു, കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടെങ്കിൽ അത് സംഭാവന ചെയ്ത് മുഴുവൻ കേരളത്തിലെ അഡ്വക്കേറ്റ്സാണ്. കേരളത്തിലെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് പറയാവുന്ന ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് അഡ്വക്കേറ്റ് KP പത്മനാഭ മേനോനാണ്. കൊച്ചി രാജ്യത്തെ ചരിത്രം എന്ന് പറഞ്ഞ ബൃഹത്തായ പുസ്തകവും കേരള ചരിത്രം എന്നുള്ള ഏൻഷ്യൻ കേരള ഹിസ്റ്ററി 4 ഇംഗ്ലീഷിലുള്ള വോള്യൂംസ്, അത് അപൂർവം ചരിത്ര ലൈബ്രറികൾ പോലും ഞാൻ കണ്ടിട്ട് പോലുള്ളൂ. ആ പുസ്തകം എഴുതിയത് KP പത്മനാഭ മേനോനാണ്. അദ്ദേഹം തൃശ്ശൂരിലെയും എറണാകുളം ഹൈക്കോടതിയിലെയും വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു തിരുവിതാംകൂർ ചരിത്രം എഴുതിയ ശങ്കുണ്ണി മേനോൻ. അതുമാത്രമല്ല, ചരിത്രത്തിന് വലിയ സംഭാവന ചെയ്ത കോമാട്ടിൽ അച്യുത മേനോൻ, അദ്ദേഹം തൃശ്ശൂരിലെ വക്കീലായിരുന്നു, ഇവിടുത്തെ ജഡ്ജിയായിരുന്നു. അതുപോലെ വക്കീലും ജഡ്ജിയായിരുന്ന പുത്തേഴത്ത് രാമമേനോൻ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അശോക് മേനോൻ സാറിനൊക്കെ അറിയുന്ന ആളുകളായിരിക്കും ഇവരൊക്കെ തന്നെ. അപ്പം ഇത്രയും വലിയ ചരിത്രത്തിന് സംഭാവന ചെയ്തത് വക്കീലുമാരായിരുന്നു. ഇത് അവർക്കറിയില്ല. അപ്പോൾ നേരത്തെ അശോകൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവരാണ്. അതല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വക്കീലാവാൻ കഴിയില്ല. നമുക്ക് സൈബർ ലോസിനെ കുറിച്ച് അറിയേണ്ടി വരും, ലോകത്തിലുള്ള സമസ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടി വരും. പക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി
ഒരു ചരിത്രബോധം ഉള്ള ഒരു അഭിഭാഷകൻ എന്നുള്ളത് അവരുടെ വ്യക്തിത്വം ഒന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുകൂടി ഈ ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിൽ അവരോട് വളരെ വളരെ കൃതാർത്ഥതയുണ്ട്. അതുമാത്രവുമല്ല, നമ്മുടെ അഭിഭാഷകരിലും കൂടുതൽ വായനയും ചരിത്ര പുസ്തക പഠനവും അതിനെ ഒരു താല്പര്യപ്പെടുത്താൻ ഇത്തരമൊരു ചടങ്ങും ഇങ്ങനെയുള്ള പുസ്തകങ്ങളും സഹായിക്കുമെങ്കിൽ അത് വളരെയേറെ സമൂഹത്തിനും ഗുണം ചെയ്യുന്നതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും എനിക്ക് വ്യക്തിപരമായി എനിക്കതിയായ സ്നേഹവും കടപ്പാടുമുണ്ട്. അത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ. Thank you, sir. That was quite an enlightening talk. I invite Advocate T.V. Jayakumar Namboothiri, Treasurer, Kerala High Court Advocate Association, to propose the vote of thanks. പ്രിയമുള്ളവരെ, ഹിസ്റ്ററി നെവർ ലുക്സ് ലൈക്ക് ഹിസ്റ്ററി വെൻ യു ആർ ലിവിങ് ത്രൂ ഇറ്റ് എന്നാണ്. നമ്മുടെ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം മെമ്പർമാരുടെ പുസ്തകങ്ങൾ ഇറക്കാൻ പറ്റിയത് ഏകദേശം ഈ വർഷത്തിലാണെന്ന് തോന്നുന്നു. ഈ വൈകിയ വേളയിൽ അമിത ഭാഷണത്തിനില്ല. ഇന്ന് ഈ മുഹൂർത്തത്തിന് എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനിയായ ജസ്റ്റിസ് അശോക മേനോൻ സാറിനെ അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. ഇതിനെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്, ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് സമ്മതിച്ച് ഇവിടെ നമുക്ക് എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യായ രജിസ്ട്രാർ ജനറൽ സോഫി തോമസ് മാഡത്തോട് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ദണ്ഡപാണി സാറിന് അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ ലക്ഷ്മി സാറിന് അസോസിയേഷൻ്റെ പേരിൽ തന്നെ നന്ദി പറയുകയാണ്. ഇതിനിവിടെ വെൽക്കം സ്പീച്ച് വേണ്ട ഹരിരാജിന് വേണ്ടിയിട്ട് അസോസിയേഷന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. കൂടാതെ ഈ ഗ്രന്ഥം ഇന്ന് ഗ്രന്ഥകർത്താവ് രാജൻ സാറിന് അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും, രാജൻ സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ അസോസിയേഷൻ്റെ എന്നത്തെയും കോമ്പയർ കൃഷ്ണയ്ക്ക് അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. എല്ലാവരോടും ഈ പരിപാടി കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളും. We have come to the end of the function. Once again, thank you one and all.